16ാം നിയമസഭയിലേക്കുള്ള പോളിംഗ് അവസാനിച്ചു, ഔദ്യോഗികമായി അവസാനിച്ചു. ഇനി കാത്തു നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ മാത്രമാണ് കഴിയുക. കേരളത്തിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗിലേക്കാണ് ഇത്തവണത്തെ പോളിംഗ് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രശാന്ത്, ഏത് സ്കൂളിലാണുള്ളത്? അവിടെ ഗേറ്റ് അടച്ചു. ഇനി എത്ര സമയം കൂടി അല്ലേ? വലിയ ക്യൂ ആണ്. ഒരു അരമുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ചൊക്കെ തുടരേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ? നേമമണ്ഡലത്തിലെ വാഴമുട്ടം ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോഴും വോട്ടെടുപ്പ് സമയം അവസാനിച്ചിട്ടും ക്യൂവിൽ ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. 50-ലധികം പേർ ഇപ്പോഴും ക്യൂവിലുണ്ട്. ഇവർക്കിപ്പോൾ ടോക്കൺ നൽകുകയാണ്. ഗേറ്റ് അടച്ചിരിക്കുന്നു. ഇനി ആർക്കും വോട്ട് ചെയ്യാനായി അകത്തേക്ക് കയറാൻ സാധിക്കില്ല, കാരണം സമയം അവസാനിച്ചു. ഇനിയിപ്പോൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് അതുകൊണ്ട് തന്നെ ടോക്കൺ നൽകുന്നുണ്ട്. എത്ര സമയം കഴിഞ്ഞാലും ഈ ടോക്കൺ കിട്ടിയവർക്ക് എല്ലാവർക്കും തന്നെ അവർക്ക് വോട്ട് ചെയ്ത് തന്നെ മടങ്ങാൻ സാധിക്കും ഇവിടുന്ന്. അപ്പോൾ എന്തായാലും 6 മണി സമയം കഴിയുമ്പോഴും കേരളത്തിൻ്റെ വിധി എഴുതുന്നതിന് വേണ്ടി ജനങ്ങൾ, വോട്ടർമാർ കാത്തു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ആവേശം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം രാവിലെ കണ്ട അതേ തിരക്ക് പല മണ്ഡലങ്ങളിലും, നഗരമണ്ഡലങ്ങളിലും ഗ്രാമമണ്ഡലങ്ങളിലെല്ലാം തന്നെ അത് കാണാൻ സാധിക്കുന്നതാണ്. പലരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എത്ര സമയമായിട്ട് ഇവിടെ നിൽക്കുന്നു? കുറച്ചധികം സമയമായി. എപ്പോൾ വന്നതാ? വൈകിട്ടാണ് എത്തിയത്, എന്നാലും കുറച്ചധികം സമയമായി. ഒരുപാട് സമയമായോ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് സമയം. എത്ര സമയമായി? ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചായി. വരുമ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഗേറ്റ് വരെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചോ? ഇല്ല, ഒന്ന് തന്നു തിരിക്കാനുള്ളൂ. കുറച്ചുകൂടെ കഴിയും. ടോക്കൺ തന്നെ. ഇനിയിപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ കഴിയും. വോട്ട് ചെയ്യാൻ കഴിയും. അത് തന്നെ സന്തോഷം. എന്തായാലും ഒരുപാട് പേരുണ്ട്. എപ്പോഴെത്തിയതാ നിങ്ങളൊക്കെ? എപ്പോൾ എത്തിയതാ? 15 മിനിറ്റ്. വരുമ്പോഴേ നല്ല ക്യൂ ഉണ്ടോ? ടോക്കൺ കിട്ടിയോ? അരമണിക്കൂർ കൂടുതലായി. എങ്ങനെയാണ് എല്ലാവർക്കും ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ സാധിക്കും? ഒരുപാട് പേർ 1 മണിക്കൂറിലധികം നിൽക്കുന്നവരുണ്ട്. ഞാൻ വരുമ്പോഴൊക്കെ തന്നെ ഈ വരാന്ത നിറയെ 2 വരിയായി ജനങ്ങളുണ്ട്. ഇപ്പോഴും ചിലർ ഗേറ്റിന് പുറത്തു നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടോ എന്ന് തേടി വന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമമണ്ഡലത്തിൽ നമ്മൾ കണ്ടൊരു കാഴ്ച, ഒന്ന് BJPയും LDFും തമ്മിൽ ശക്തമായ മത്സരം, ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും BJP LDF ശക്തമായ മത്സരമുണ്ട്. അപ്പോഴും ഏറ്റവും അവസാന മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചൊരു കാഴ്ച, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ, മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലെല്ലാം തന്നെ വലിയൊരു പോളിംഗ് അവസാന മണിക്കൂറുകളിൽ വളരെ പ്രകടമായിരുന്നു. അതായത് ഒരു ഏകീകരണം തീർച്ചയായും നിയമമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ കണ്ടതിലും വലിയ ഒരു പോളിംഗ് നിര, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മേഖലയിലെല്ലാം തന്നെ കാണാൻ സാധിച്ചു. പുത്തമ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ, വാഴമുട്ടം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള വാർഡുകളിൽ, കോർപ്പറേഷൻ വാർഡുകളിലെല്ലാം തന്നെ ആ രീതിയിലുള്ള ഒരു വലിയ വോട്ട് നിര നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വളരെ രാഷ്ട്രീയമായുള്ളൊരു വോട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വോട്ട് ചെയ്യാൻ വന്നതാണോ? വോട്ട് ചെയ്യാൻ വന്നതാണോ? അല്ല, ഞാൻ ഇന്നേജന്റാണ് സാറേ. വോട്ട് ചെയ്യാൻ വന്ന ആളല്ല. വോട്ട്